സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഓഡിറ്റ് കൂടി ഇതിനകത്തുണ്ടോ? പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഇപ്പം NDAയുടെ കാര്യം എടുത്തു നോക്കിയാൽ, കേന്ദ്ര സർക്കാരിന്റെ ഭരണകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരള സർക്കാരിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇവർ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കേണ്ടി വരും. എൻ്റെ ആദ്യത്തെ ചോദ്യം LDFന്റെ പ്രതിനിധിയോടാണ്. നമ്മുടെ തൊട്ടടുത്ത ആറ്റിങ്ങലിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിങ്ങളുടെ പ്രചാരണ പരിപാടികൾ വെച്ച് തിരുവനന്തപുരത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ചുരുക്കമാണ് ഇവിടുത്തെ നിങ്ങളുടെ പരിപാടികൾ. മാത്രമല്ല, ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്നു. പിന്നീട് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു ഞാൻ തന്നെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതി ഇടതുപക്ഷത്തിന്റെ മനസ്സിലുണ്ടോ? മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ കുറച്ചാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ തോൽക്കുമെന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓഡിറ്റ് കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. 7 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ പ്രതികരണവും ഇതിൽ ഉണ്ടാകുമെന്നാണ്. അത് ഭരണവിരുദ്ധ വികാരമായി പ്രവർത്തിക്കുമെന്നാണ് ഒരു വിമർശനം. രണ്ടാമത്തേത്, നിങ്ങൾ തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ്. അല്ല, ഇവിടെ ശബരി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള അനുമതി കൂടി എനിക്ക് തരണം. പ്രത്യേകിച്ച് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 8-ാം പേജിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച, നമ്മുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സന്ദർഭം കൂടെ ഈ സന്ദർഭത്തിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് ശ്രീ MM ഹസൻ അടക്കമുള്ള ആളുകൾ 8-ാം പേജിൽ ഉണ്ട് എന്ന് പറയുകയും, എന്നാൽ P ചിദംബരം അടക്കമുള്ള ആളുകൾ ഇന്നലെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഞങ്ങൾക്കത് പൂർണ്ണമായ നിലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമുക്കറിയാം, മല്ലികാർജ്ജുന ഖാർഗെയോട് CAA കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഇവിടെ വാചാലമായി സംസാരിച്ചു. യാത്രയിൽ ഒരിടത്തും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെതിരായി ശരിയായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ശബരി ഇവിടെ സൂചിപ്പിച്ചു, ബാപ്പുജി ഗ്രന്ഥശാല ശ്രീ ശശി തരൂരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തതെന്ന്. തെറ്റാണ്. MLAയുടെ വികസനം MP യുടെ പേരിലാക്കുന്നത് പറയത്തക്ക വികസനം ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ടാണ്. അത് തുറന്ന് സമ്മതിക്കാൻ ശബരിയെ പോലുള്ള ആളുകൾ തയ്യാറാകണം. ഇടയ്ക്ക് കയറരുത്. ഇതാണ് അല്ലല്ല, എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതാണ്. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ജോഡോ യാത്രയിലായിരുന്നാലും ശരി, ബാപ്പുജി ഗ്രന്ഥശാലയുടെ കാര്യമായിരുന്നാലും ശരി, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ വാദഗതി അവസാനിപ്പിക്കണം. പിന്നെ പറഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പിലേക്ക്, ഇന്ത്യ മുന്നണിയുടെ നേതാവായി രാഹുൽ ഗാന്ധി ഉയരുകയാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയടക്കം, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയടക്കം രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു. അത്തരത്തിലൊരു ഘട്ടം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. താൻ ഇന്ത്യ മുന്നണിയുടെ നേതാവായി, അതിൻ്റെ ദേശീയ നേതാവായി ഉയരാൻ ഒട്ടും പ്രാപ്തനല്ല എന്ന് അടിക്കടി തൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കച്ചവടം തുടങ്ങാൻ വന്നയാളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനാധിപത്യ ധ്വംസനത്തിൻ്റെ കമ്പോളത്തിൽ വർഗീയതയുടെ മൊത്ത കച്ചവടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയോട് ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യൂ എന്ന് തുടർച്ചയായി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണോ ഒരു ദേശീയ നേതാവ്? ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാരിന്റെ അതാണോ ഒരു ദേശീയ നേതാവിൽ നിന്ന് ഉണ്ടാകേണ്ടത്? അപ്പൊ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വത ഈ നാടിനെ ശരിയാം വിധത്തിൽ ഒരു ധാരണ കൊടുത്ത് ഇന്ത്യ മുന്നണിക്ക് ഒരു ശരിയായ ദിശാബോധം നൽകി നയിക്കാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ മൂല്യച്യുതിയിൽ, അപക്വമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ഇന്ന് രാഹുൽ ഗാന്ധി വലിയ മൂല്യച്യുതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആറ്റിങ്ങലിലെയും ഇവിടത്തെ. അപ്പോൾ ഒരു കാര്യം എൻ്റെ സഹോദരി സമ്മതിക്കുന്നുണ്ട്, ആറ്റിങ്ങലിൽ V ജോയിയുടെ വിജയം സുനിശ്ചിതമാണ്. അല്ലല്ല, അങ്ങനെയാണ് പറഞ്ഞത്. നല്ല പ്രവർത്തനം ആറ്റിങ്ങൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടതുപക്ഷത്തിന് വന്ന പോരായ്മയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നു.
അങ്ങനെ ഒരു അഭിപ്രായം പന്ന്യൻ ഓക്കെ, ഓക്കെ, എനിക്ക് ഓക്കെ, അല്ലല്ല, ഓക്കെ, എനിക്ക് ഓക്കെ, ആ. എനിക്ക് അത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. LDF ന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് LDF ആണ്. പറയട്ടെ, അല്ല, UDF അല്ല. ആ. UDF അല്ല LDF ന്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. ആ, ശരി, അല്ല, LDF ആണ് ചെയ്യുന്നത്.